ഹലോ, അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് എന്ന്? ഇല്ല അല്ലേ? എന്നാൽ ഇനി ആലോചിച്ചോളൂ, സമയം ഒട്ടും വൈകിയിട്ടില്ല. സ്ത്രീകളുടെ ഉണ്മയായ ശക്തി എന്താണ്? അതായത് അവരുടെ ശരിക്കുമുള്ള ശക്തി എന്താണ്? അവൾ വിചാരിച്ചാൽ, അവളുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ അവളെ ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. മറ്റുള്ളവരുടെ മുൻപിൽ തൻ്റെ ആത്മാഭിമാനം പണയം വയ്ക്കാതെ തല ഉയർത്തി എങ്ങനെ ജീവിക്കാം എന്ന് തിരിഞ്ഞാൽ മതി. നിങ്ങളും ജീവിതത്തിൽ ബലഹീനയായ ഒരു സ്ത്രീയായി ജീവിക്കാതെ ഗാംഭീര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഇതാ, ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ അറിയേണ്ട കാര്യം, മുഖ്യമായത്, നിങ്ങളുടെ മനസ്സിൽ ഉള്ള രഹസ്യങ്ങൾ ആരോടും പറയാതിരിക്കുക. മനുഷ്യൻ്റെ മനസ്സ് എന്നത് കാലത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതാണ്. ഇന്നു നിങ്ങളുടെ മുഖ്യ ശത്രു ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആയിരുന്നിരിക്കാം. അതേപോലെ ഇന്നു നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായഹസ്തം നീട്ടുന്നവർ നാളെ നിങ്ങളുടെ മുഖ്യ ശത്രുവായി മാറുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങൾ കഴിയുന്നതും ആരുമായും പങ്കിടാതിരിക്കുക. അതാണ് നല്ലത്. ഈ സമയത്ത് നിങ്ങൾ പറയുന്ന രഹസ്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബലഹീനതകൾ എല്ലാം നിങ്ങൾക്കെതിരായുള്ള ആയുധമായി മാറിയേക്കാം. അതുകൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് രഹസ്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നും ആരോടും പറയാതിരിക്കുക. നിങ്ങളുടെ അടുത്ത നീക്കം വിരോധികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവർക്കും അറിയിക്കരുത്. ഇന്നത്തെ സ്ത്രീകൾ അറിയാതെ ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ ഒരാളെ വിശ്വസിച്ചാൽ അവരുടെ ബലഹീനങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എല്ലാം തുറന്നു പറയും. അവർ അതിനെപ്പറ്റി പരിഹസിക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്താൽ അപ്പോൾ ഇരുന്ന് കരയുകയും ചെയ്യും. ഇന്നത്തെ ലോകത്ത് മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ അറിഞ്ഞ് സങ്കടപ്പെടുന്നവർ വളരെ കുറച്ച് മാത്രമാണ്. അത് കേട്ട് നിങ്ങളെ തരം താഴ്ത്താനും പരിഹസിക്കാനും അവർ ശ്രമിക്കും. അത് കുടുംബ പ്രശ്നമായാലും ദാമ്പത്യ പ്രശ്നമായാലും നമ്മുടെ വീട്ടിൽ തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ രഹസ്യ പേടകം ഉണ്ടാക്കി സൂക്ഷിക്കുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സന്തോഷം, ദുഃഖം, ലക്ഷ്യം എല്ലാം വെച്ചു പൂട്ടി താക്കോൽ സ്വന്തം മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. ആർക്കും കൊടുക്കരുത്. നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിച്ചോ, അപ്പോൾ നിങ്ങൾ പകുതി ജയിച്ചു എന്നർത്ഥം. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു തുറന്ന പുസ്തകം ആവാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്ന് ആരെക്കൊണ്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത അളവിൽ, ചുരുക്കി പറഞ്ഞാൽ ഒരു പിടികിട്ടാപ്പുള്ളിയായി ജീവിക്കുക. അങ്ങനെ ഇരുന്നാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് മര്യാദയും അവർക്ക് നിങ്ങളെ ഒരു ബഹുമാനവും ഉണ്ടാവും. നിങ്ങളുടെ ശാന്തതയും രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവും ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ആരെങ്കിലും നിങ്ങളെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം നൽകാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളുടെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പൂട്ടിവെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ അത് സൂക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരി നിങ്ങൾ തന്നെ ആവുക. അടുത്തത്, നിങ്ങളുടെ ശക്തി നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അതിനെ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുക. സ്ത്രീകൾ എപ്പോൾ തൻ്റെ മനധൈര്യം മറ്റുള്ളവർക്ക് കാണിക്കാൻ പാടുകയുള്ളൂ. അല്ലാതെ തൻ്റെ സങ്കടങ്ങളും പേടികളും അവരെ അറിയിക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ എത്ര വിഷമമുണ്ടായാലും പുറത്തേക്ക് വരുമ്പോൾ നല്ല തെളിവോടെ, ഗാംഭീര്യമായി, ധൈര്യത്തോടെ വരാൻ ശ്രമിക്കണം. എന്താണെന്നോ, ഈ സമൂഹം ബലഹീനമായവരെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കും.
നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഒരു ആത്മവിശ്വാസം പകരാൻ സഹായിക്കും. ഒരുപാട് ധൈര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ മറ്റുള്ളവർ ഒന്ന് ഒതുങ്ങിപ്പോവുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യപടി. അതേപോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് തുടങ്ങിക്കഴിയും വരെ ആരോടും ഒന്നും പറയാതിരിക്കുക. കാരണം നിങ്ങൾ ആദ്യം പുറത്തു പറയുമ്പോൾ അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതം. എന്ന് നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ കൈകളിൽ പോകുന്നു, അപ്പോൾ നിങ്ങളുടെ ജീവിതവും അവരുടെ കൈകളിൽ എന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ശക്തിയുള്ള ഗാംഭീര്യമുള്ള പെണ്ണായി ജീവിക്കുവാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് എന്ന് കോയമ്പത്തൂർ